ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇച്ചിരി തേങ്ങയും കുറച്ച് പഴവും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ മക്കൾക്ക് ഇഷ്ടപ്പെട്ട രുചിയിൽ ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ കടയിൽ നിന്നും പോയി വാങ്ങി കുടിക്കാതെ വീട്ടിൽ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഷേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതേപോലെ നല്ല പഴുത്ത പൂവൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ 5 പഴമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അത്ര എടുക്കുക. ഞാൻ ഇതേപോലെ 5 പഴം തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടുതൽ ഇൻഗ്രീഡിയൻസ് എടുക്കാനായിട്ട് നോക്കുക. ഇതേപോലെ മിക്സിയുടെ ജാറിലേക്ക് 5 പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 5 പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു പഴം മുങ്ങുന്ന രീതിക്കാണ് ഞാൻ പാലൊഴിച്ച് കൊടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാൻ പാടില്ല കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ നമ്മൾ ആദ്യം തന്നെ കൂടുതൽ പഴവും വെള്ളവും എന്തായാലും ഒഴിച്ച് കൊടുക്കുമ്പോൾ അത് അടിഞ്ഞ് കിട്ടില്ല. നന്നായിട്ട് അടിഞ്ഞ് കിട്ടണമെങ്കിൽ അത് ആ ഒരു ലെവലിൽ മാത്രം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്, മധുരത്തിന് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള. അപ്പോൾ അടുത്തതായിട്ട് പിസ്തയാണ് കേട്ടോ. പിസ്ത കുതിർത്ത് വെച്ചതാണ്. പിസ്ത ഇല്ലെങ്കിൽ ബദാം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു നട്ട്സ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ അതോടെ ഇട്ട് കൊടുക്കുമ്പോൾ ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. ഇതേപോലെ പിസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ എന്തായാലും ഇട്ട് കൊടുക്കണം. തേങ്ങ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇളനീരുണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല, അതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇതേപോലെ ഞാൻ 2 സ്പൂൺ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലാവാം, ടേസ്റ്റ് കൂടുതലായിരിക്കും. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണത്. ഇത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഈ തേങ്ങയൊന്നും നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും പറയുന്നത് ജ്യൂസ് അടിക്കുന്ന ടൈമിൽ ആദ്യം കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇതേപോലെ നന്നായിട്ട് ഇത് ക്രീമി ആയിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ബാക്കിയുള്ള പാല് കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള പാല് കൂടി, ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ബാക്കി ഉള്ള പാല് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പാലിന് കണക്കായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തണുത്ത വെള്ളമായാലും കുഴപ്പമില്ല. ഇനി ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. അത് നിങ്ങളെ തണുപ്പിനും ചൂടിനും അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഞാൻ നന്നായിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ അടിപൊളി ഒരു ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. ആ തേങ്ങ കൂടി വന്നപ്പോൾ അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നമുക്ക് നേരെ ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് നട്ട്സും പഴമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ഉറുമാമ്പഴം ഉണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നിങ്ങളുടെ അടുത്ത് എന്താണോ നട്ട്സോ പഴമോ എന്താണ് നിങ്ങളുടെ അടുത്ത് ഫ്രൂട്ട്സ് ആണോ എന്താ ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഇതേപോലെ വലിയ പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. വലിയ പഴം ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. പഴം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ നേരത്തെ കുറച്ച് പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ടായിന്, ആ പൊടിച്ച് വെച്ച പിസ്ത കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ പിസ്ത ഇല്ലയെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഫ്രൂട്ട്സും നട്ട്സ് എല്ലാം ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇതേപോലെ പിസ്ത ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അടുത്തതായിട്ട് ജെംസാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെംസും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ചോക്ലേറ്റിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടി ഇതിലേക്ക് വരും. അപ്പോൾ കളറും കൂടി ഒന്ന് നല്ലൊരു പലതരം കളറിലും നമുക്ക് ഈ ഒരു ജ്യൂസ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിത് നേരത്തെ അടിച്ച് മാറ്റി വെച്ച ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു ജെംസ് പലതരം കളറിലുള്ള ജെംസ് കൂടി ഇട്ട് കൊടുത്തപ്പം നല്ല കാണാൻ തന്നെ നല്ലൊരു മൊഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ മക്കൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. നമ്മൾ കടയിൽ നിന്നും പോയിട്ട് കെമിക്കലുള്ള ഇൻഗ്രീഡിയൻസിൽ ഇട്ടിട്ടുള്ള ജ്യൂസും ഷേക്കും കുടിക്കുന്നതിനേക്കാളും നല്ല ഇതേപോലെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് നമുക്ക് നമ്മളെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കട്ടോ. അപ്പോൾ നമുക്ക് നേരെ സേവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണേ. നമ്മുടെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ മക്കൾക്ക് തണുപ്പിൽ കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ബാക്കി അതുകൂടി ഒരു മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ജെംസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ എല്ലാവരും ഒന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.